നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകര ദൗത്യം പൂർത്തീകരിച്ചിട്ട് 2025 വർഷങ്ങൾ പൂർത്തിയാകുകയാണ്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ 2025 അതുകൊണ്ട് വിളിക്കുന്നത് മഹാ ജൂബിലിയുടെ വത്സരമെന്നാണ്. ഈ മഹാജൂബിലിയുടെ ആഘോഷത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഈ വലിയ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ നമ്മുടെ അതിരൂപതയിലെ തോപ്പിലെ പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിതമായ ഈ ദേവാലയത്തിൽ ആരംഭിക്കുന്നതിൽ എനിക്കതിയായ സന്തോഷവും സംതൃപ്തിയുമുണ്ട്. വരാൻ പോകുന്ന ഈസ്റ്ററിനൊരുക്കമായിട്ട് നമ്മൾ തീവ്രമായിട്ട് ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും കഴിയുകയാണ്. സഭയുടെ പിതാക്കന്മാരെ ഈ ഒരാഴ്ചക്കാലത്തെ വിളിക്കുന്നത് സഭയുടെ പ്രസവവേദനയുടെ കാലഘട്ടമെന്നാണ്. നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിലും അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ധ്യാനിക്കുന്നതെല്ലാം തന്നെ കർത്താവിൻ്റെ സങ്കടങ്ങളെയും സംഘർഷങ്ങളെയും കർത്താവ് കടന്നുപോയ വലിയ വെല്ലുവിളികളെയൊക്കെയാണ്. പക്ഷെ അതാരംഭിക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്നാണ്. അത് അവസാനിക്കുന്നത് ഉത്ഥാന പെരുന്നാളിലാണ്. അതുകൊണ്ട് തന്നെ ഈ മഹാജൂബിലിയുടെ വത്സരത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന ഈ വലിയ ആഴ്ചയിലെ എല്ലാ തിരുക്കർമ്മങ്ങളുടെയും മുഖ്യ ചിന്താ വിഷയം പ്രത്യാശയുടെ പ്രഘോഷകരാകുക, പ്രത്യാശയുടെ പ്രേക്ഷിതരാകുക, പ്രത്യാശയുടെ വലിയ പ്രകാശം ലോകത്തിലേക്ക് കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. ഇന്നത്തെ വായനകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു എന്ന് എനിക്കറിയാം. ആദ്യത്തെ വായന ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 49 അധ്യായത്തിലെ 2 തുടങ്ങി 12 വരെയും 22 തുടങ്ങി 26 വരെയുള്ള വചനഭാഗങ്ങളാണ് വായിച്ചു കേട്ടത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ കർത്താവ് പറയുന്നത് യൂദാ വംശത്തെക്കുറിച്ചാണ്. യൂദാ വംശത്തെ കർത്താവ് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തു എന്ന്, നീ അനുഗ്രഹീതനാണ്, ആര് നിനക്കെതിരെ പോരാടിയാലും നീ പരാജയപ്പെടുകയില്ല, നിന്റെ വിജയം കർത്താവ് നിനക്ക് നൽകുന്ന വിജയമാണ്. ഈ വിജയം നിനക്ക് നൽകുന്നതിന് കർത്താവ് കാരണമാക്കുന്നത് നിന്റെ വിശ്വസ്തതയാണ്, യുവർ ക്രെഡിബിലിറ്റി. നീ വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. ഈ വലിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ വായന യോദയാ വംശത്തിന് കർത്താവ് കൊടുക്കുന്ന വലിയ വാഗ്ദാനമാണ്. നീ സിംഹക്കുട്ടിയാണ്, ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ആര് പരിശ്രമിച്ചാലും നിനക്ക് ഞാൻ തന്ന ചെങ്കോല് നിന്റെ കൈവിൽ നിന്ന് തട്ടിപ്പറിക്കാൻ
ആർക്കും കഴിയുകയില്ല. ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള നിങ്ങളുടെയൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്. സഭയുടെ ശക്തി സ്ഥാപനങ്ങളല്ല, സഭയുടെ ശക്തി സംഘടനകളല്ല, സഭയുടെ ശക്തി ദൈവത്തിൻ്റെ കരത്തിൻ്റെ ബലമാണ്. ദൈവത്തിൻ്റെ കരത്തോട് ചേർന്ന് നിൽക്കുക. നമ്മൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയാലും അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ചെങ്കോല് നിന്റെ കയ്യിൽ നിന്ന് ആർക്കും തട്ടിയെടുക്കാൻ കഴിയില്ല. നീ ശക്തനാണ്. പക്ഷെ ഓർമ്മിക്കുക, നിന്റെ ശക്തി ദൈവത്തിൻ്റെ ശക്തിയാണ്. പ്രിയപ്പെട്ട, നിങ്ങൾ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആദ്യത്തെ സന്ദേശം ഇതാണ്: ചേർന്ന് നിൽക്കുക, ധാരാളം ഫലം പുറപ്പെടുത്തുക. തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്നത് ആരാണോ അവനാണ് ഫലം പുറപ്പെടുത്തുക. അതുകൊണ്ട് ഈ വലിയ ആഴ്ചയിലെ ആദ്യത്തെ വായന നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ, സങ്കടങ്ങൾ എല്ലാമുണ്ട്. പക്ഷെ അതൊന്നും തന്നെ നിനക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ പറ്റുന്നതല്ലെന്ന് എനിക്കറിയാം. ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തിൻ്റെ ചെങ്കോല് നീ കളയാതെ കാത്തു സൂക്ഷിക്കുക. ഇന്നത്തെ രണ്ടാമത്തെ വായന സക്രിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. സക്രിയായുടെ പുസ്തകം 9-ാമത്തെ അധ്യായം 9 തുടങ്ങി 12 വരെയുള്ള വചനങ്ങൾ. മനോഹരമായിട്ടുള്ള ഒരു വായനയാണിത്. സിയോൻ പുത്രി, നീ ആനന്ദിക്കുക, കാരണം അവനാണ് നിന്റെ രാജാവ്. പക്ഷെ അവൻ വിനയാന്യതനാണ്. അതുകൊണ്ടാണ് അവൻ കഴുതപ്പുറത്ത് നിന്റെ അടുക്കിലേക്ക് വന്നത്. സക്രിയ പ്രവാചകൻ പറയുന്നു, അവൻ കുതിരപ്പുറത്തല്ല വന്നത്, അവൻ കഴുതപ്പുറത്താണ് വന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, സാംസ്കാരിക ലോകത്തിലെ കഴുത ബുദ്ധിയില്ലാത്ത ജീവിയാണ്. കഴുത കളിയാക്കപ്പെടുന്നൊരു ജീവിയാണ്. പക്ഷേ സക്രിയ പ്രവാചകൻ പറയുകയാണ്, കഴുതപ്പുറത്ത് വന്നവനാണ് നിന്റെ രാജാവ്. കർത്താവ് ഓശാന പ്രദക്ഷിണത്തിനും പറഞ്ഞത് അതുതന്നെയാണ്. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരു കഴുതയും ഒരു കഴുതക്കുട്ടിയും കെട്ടപ്പെട്ടിരിക്കുന്നത് കാണും. നിങ്ങളതിനഴിക്കണം. അതിൻ്റെ ഉടമസ്ഥൻ വന്ന് നിന്നോട് തർക്കിച്ചാലേ നീ മറുപടി പറയേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ്: കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും എനിക്ക് പറയാൻ ഈ വലിയ ആഴ്ചയിൽ ഓശാന ഞായറാഴ്ചയുള്ള സന്ദേശം ഇതാണ്: നിന്നെക്കൊണ്ട് കർത്താവിനൊരു പദ്ധതിയുണ്ട്. അത് നിൻ്റെ വീട്ടിലെ ഒരു നല്ല ഭർത്താവായിട്ടാകാം, ഒരു നല്ല അമ്മയായിട്ടാകാം, നിൻ്റെ ഓഫീസിലെ വിശ്വസ്തരായിട്ടുള്ള ഒരു സാക്ഷ്യമായിട്ടാകാം. നീ എവിടെയാണോ അവിടെയെല്ലാം നീ ഓർക്കുക, നീ ദൈവത്തിൻ്റെ കുഞ്ഞാണ്. സിയോൻ പുത്രി, നീ ആനന്ദിക്കുക. നമ്മുടെ സന്തോഷമുണ്ടല്ലോ ബാങ്കിൽ കിടക്കുന്ന ഡെപ്പോസിറ്റ് ഒന്നുമല്ല. നമ്മുടെ സന്തോഷം നാം ദൈവത്തിൻ്റേതാണെന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കാൻ നമുക്ക് കഴിയുന്നതാണ്. ഈ വലിയ ആഴ്ചയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി, നീതിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ച കർത്താവിനെ ഹെറോദോസ് ഉപേക്ഷിക്കുന്നു, പീലാത്തോസ് കൈവിടുന്നു. യഹൂദന്മാരുടെ മുറവിളിയുടെ നടുവിലെ അവനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. ഏറ്റവും അപമാനകരമായിട്ടുള്ള മരണം അത് കുരിശിലാണ്. അവൻ കുരിശ് ചുമന്നുകൊണ്ടാണ് കാൽവരിയിലേക്ക് പോയത്.
പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ കുരിശാണ് ഇന്ന് വിജയത്തിൻ്റെ അടയാളം. എവിടെയാണോ വേദനയുള്ളത് അവിടെ പ്രസവം അടുത്തുവെന്ന് തിരിച്ചറിയുക. എവിടെയാണോ സംഘർഷമുള്ളത് അവിടെ ദൈവം നിന്നെ ഓർക്കുന്നുവെന്ന് നീ മനസ്സിലാക്കുക. ഇന്നത്തെ ലേഖന വായന പൗലോസ് അപ്പോസ്തലൻ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 11-ാമത്തെ അധ്യായത്തിലെ 13 തുടങ്ങി 24 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ വായന. അപ്പോസ്തലൻ വളരെ സന്തോഷത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. പത്രോസിനെ നോക്കിയിട്ടാണത് പറയുന്നതെന്നാണ് പറയുന്നത്. ഞാൻ വിജാതിയർക്ക് വേണ്ടി വിളിക്കപ്പെട്ട അപ്പോസ്തലനാണ്. പത്രോസ് യഹൂദരെയാണ് മാനസാന്തരപ്പെടുത്തിയെങ്കിൽ എന്നെ തമ്പുരാൻ ഏൽപ്പിച്ചിട്ടുള്ളത് യഹൂദരുടെ കാര്യമല്ല. അഹങ്കാരത്തോടുകൂടെ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ഗമാലിയേലിൻ്റെ ശിഷ്യനാണ്. അന്നത്തെ ഏറ്റവും വലിയ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ് ഗമാലിയേൽ. ഞാൻ ഗമാലിയേലിൻ്റെ സ്കൂളിൽ പഠിച്ചവനാണ്. നീ മുക്കുവനാണ്. നിനക്ക് എത്ര വിവരമുണ്ടെന്ന് നാട്ടുകാർക്കറിയാം. പക്ഷെ ഞാൻ നിന്നോട് പറയുന്നു, എന്നെ തമ്പുരാൻ വിളിച്ചത് നിന്റെ ദൗത്യം പൂർത്തിയാക്കാൻ കരം തരാനാണ്. നീ യഹൂദന്മാരോട് പ്രസംഗിച്ചുവെങ്കിൽ ഞാൻ വിളിക്കപ്പെട്ടത് വിജാതീയരോട് പ്രസംഗിക്കാനാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് എനിക്കറിയാം. പത്രോസ് മാത്രമായിരുന്നുവെങ്കിലേ കർത്താവിൻ്റെ സഭ ജെറൂസലേമിൽ അവസാനിച്ചേനെ. അതിനപ്പുറത്തേക്ക് പോകാൻ അതിന് കഴിയില്ല. പൗലോസിനെ തട്ടി താഴെയിട്ടത്, പത്രോസിന് പറ്റാത്തത് പൗലോസിനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് കർത്താവിന് നിർബന്ധമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. നോട്ട് കോമ്പറ്റീഷൻ ബട്ട് കോംപ്ലിമെൻറ്റിങ്. ഭാര്യ ഭർത്താവിന് കോംപ്ലിമെൻറ്റിങ് ആണ്, ഭർത്താവ് ഭാര്യയ്ക്ക് കോംപ്ലിമെൻറ്റിങ് ആണ്, മക്കളും കുടുംബവും കോംപ്ലിമെൻറ്റിങ് ആണ്. നമ്മൾ വെറുതെ വഴക്ക് കൂടിയിട്ട് കാര്യമില്ല. നമ്മൾ വെറുതെ ദ്വന്ദ്വയുദ്ധം നടത്തിയിട്ട് കാര്യമില്ല. പരസ്പരം കൂട്ടായ്മയിലെ മുന്നോട്ട് പോകുക. പത്രോസിന് സാധിക്കാത്തത് പൗലോസിന് സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് വളരെ അഭ്യസ്തവിദ്യനായിട്ടുള്ള പൗലോസിനെ, സൗളിനെ ദൈവം വിളിച്ചത്. പൗലോസ് മാനസാന്തരപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൻ്റെ മിടിപ്പ് വർദ്ധിച്ചത് പത്രോസിനാണ്. അതുകൊണ്ട് തന്നെയാണ് പൗലോസിനെ കർത്താവ് മാനസാന്തരത്തിന് ശേഷം ഗമാലിയേലിൻ്റെ അടുക്കിലേക്കാണ് അയച്ചത്. പൗലോസിനെ കർത്താവ് വേറെ വിധത്തിലാണ് ഒരുക്കിയത്. ഈ കോംപ്ലിമെൻറ്റിങ് അത് സഭയുടെ ഭാഗമാണ്. ഈ വലിയ ആഴ്ച നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അത് തന്നെയാണ്. ഞാൻ ഈ വലിയ ആഴ്ചയിലൊക്കെ ഓർക്കുന്ന ഒരു സംഗതിയുണ്ട്. കർത്താവിൻ്റെ കുരിശ് ചുമക്കാൻ കർത്താവിന് കഴിയുകയില്ലെന്ന് ഉറപ്പായപ്പോൾ കർത്താവിനെ മരണത്തിന് മുൻപ് കുരിശിൽ ജീവനോടെ തറയ്ക്കണമെന്ന് യഹൂദന്മാർക്ക് നിർബന്ധമുള്ളത് കൊണ്ട് വഴിയെ കണ്ട ഒരു കൗറിയൻകാരനായ ശമയോനെ വിളിച്ചു. ബലം പ്രയോഗിച്ചിട്ട് പറഞ്ഞു അവനെ സഹായിക്കാൻ. ആ ശമയോൻ ഇന്ന് ചരിത്രത്തിലെ കർത്താവിൻ്റെ കുരിശ് ചുമന്ന കർത്താവിൻ്റെ നല്ല സമറായക്കാരനാണ്. കർത്താവിൻ്റെ മുഖം രക്തം കൊണ്ട് വിയർത്തപ്പോൾ ഒരു പാവപ്പെട്ട സ്ത്രീ മുന്നോട്ട് വന്ന് കർത്താവിൻ്റെ വിവർണമായ മുഖം തൻ്റെ വെള്ളത്തൂവാല കൊണ്ട് തുടച്ചു. അവിടെയാണ് ആദ്യത്തെ കർത്താവിൻ്റെ ഫോട്ടോ, കർത്താവിൻ്റെ ആദ്യത്തെ മുഖഛായ അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. കർത്താവിനെ അടക്കാൻ കല്ലറയില്ലെന്ന് വന്നപ്പോൾ ആ സാഹചര്യം പരിഹരിക്കാൻ നിക്കോദേമൂസ് വന്നു. ഒരു കല്ലറ മുൻകൂർ വാങ്ങിച്ചെടുത്തത് അവൻ പറഞ്ഞു, തൽക്കാലം ഞാൻ
മുൻകൂർ കല്ലറ വിറ്റപ്പോൾ വാങ്ങിച്ചതാണ്, എൻ്റെ ആവശ്യത്തിന് വാങ്ങിച്ചതാ. ശിവനടക്കാൻ കല്ലറയില്ലെങ്കിൽ എൻ്റെ കല്ലറ എടുത്തുകൊള്ളൂ. അതാണ് ഇന്നത്തെ ഹോളി സെപ്പുൾക്കർ. ആ വിട്ടുകൊടുത്ത കല്ലറയാണ് ഇന്ന് ചരിത്രത്തിലെ ഹോളി സെപ്പുൾക്കർ. എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ഔദാര്യത്തോടുകൂടെ മുന്നോട്ട് വരുമ്പോൾ കർത്താവ് എന്നെക്കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇന്നത്തെ 4ാമത്തെ വായന മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം 11 തുടങ്ങി 17 വരെയുള്ള വചനങ്ങളാണ്. ഈശോയുടെ ജെറൂസലം പ്രവേശനം കഴുതയുടെ പുറത്ത്. എല്ലാവരും കളിയാക്കി, കഴുതയുടെ പുറത്ത്. പക്ഷേ കർത്താവിൻ്റെ ജെറൂസലം പ്രവേശനം അധികാരത്തിൻ്റെ അടയാളമല്ല, ശുശ്രൂഷയുടെ അടയാളമാണ്. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ പീഡാനുഭവത്തിന് മുൻപ് ആരും ചെയ്യാത്തൊരു കാര്യം ചെയ്തു. തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി, ആ കാലുകൾ ചുംബിച്ചു. കർത്താവ് യൂദാസിൻ്റെയും കാലുകൾ കഴുകി. എന്നിട്ട് അവനോട് പറഞ്ഞു, എത്ര ദൂരക്കാഴ്ചയോടെ കർത്താവ് പറഞ്ഞു, നീ പോയി നിനക്ക് ചെയ്യാനുള്ള കാര്യം ചെയ്തു കൊള്ളുക. പത്രോസും അന്ത്രയോസും പീലിപ്പോസൊക്കെ ധരിച്ചു വെച്ചത് പെസഹായുടെ ഒരുക്കത്തിൻ്റെ ഭക്ഷണക്രമങ്ങൾ നിർവഹിക്കാനായിട്ട് യൂദാസിനെ ഏൽപ്പിച്ചത് കൊണ്ട് വിട്ടതാണെന്ന് അല്ല. യൂദാസിനോട് പറഞ്ഞു, നീ പോയി ചെയ്യുക. യൂദാസ് 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുകയാണ് ഉണ്ടായത്. ചരിത്രത്തിലെ ആ 30 വെള്ളിക്കാശ് വളരെ പ്രതീകാത്മകമാണ്. ഞാനും നിങ്ങളും വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ വിജയം ആഘോഷിക്കുന്നത് 30 വെള്ളിക്കാശിൻ്റെ ബലത്തിലാകരുത്. കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നതിൻ്റെ അടയാളമായ 30 വെള്ളിക്കാശ് നമുക്ക് കുറേ കൂടെ വിശ്വസ്തയോടുകൂടി ജീവിക്കാം. നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ആധികാരികതയാണ്. നമ്മുടെ വിശുദ്ധി നമ്മുടെ ആധികാരികതയാണ്. നമ്മൾ പറയുന്ന വാക്കുകൾ തെളിയിക്കേണ്ടത് നമ്മുടെ ജീവിതം കൊണ്ടാണ്. നിങ്ങൾ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം, മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം, ഇതൊക്കെ തെളിയിക്കപ്പെടേണ്ടത് വാക്കുകൾ കൊണ്ടല്ല, ജീവിതം കൊണ്ടാണ്. കാലുകൾ കഴുകിക്കൊണ്ട് ഞാൻ എൻ്റെ അധികാരം നിങ്ങളുടെ മേൽ പ്രയോഗിക്കുന്നു. കാലുകൾ കഴുകിക്കൊണ്ട്. നിങ്ങൾക്കറിയാം, ലയനാർഡോ ഡാവിഞ്ചിയുടെ മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണ് കർത്താവ് കാല് കഴുകുന്നത്. കർത്താവ് കാലുകൾ കഴുകി മുത്താനായിട്ട് പാദങ്ങളിലേക്ക് ചുംബിക്കാൻ അതരമടുപ്പിക്കുമ്പോൾ കാലിൻ്റെ ചുവട്ടിൽ വെച്ച വെള്ളത്തിൽ കർത്താവിൻ്റെ മുഖം പതിയുന്ന ചിത്രമാണത്. കർത്താവിൻ്റെ മുഖം പതിഞ്ഞത് അവിടെയാണ്. കാല് കഴുകി, ഏറ്റവും എളിമയുടെ അടയാളമായി കാല് കഴുകി തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ ചുംബിക്കാൻ അവൻ അതരം കാലിനോട് അടുപ്പിച്ചപ്പോൾ ആ വെള്ളത്തിൽ പ്രതിബിംബിച്ച കർത്താവിൻ്റെ മുഖമുണ്ടല്ലോ, ആ മുഖത്തിൻ്റെ ഒരു ആധികാരികതയുണ്ട്. അതുകൊണ്ട് അധികാരം ആളുകളെ അടിച്ചൊതുക്കാനുള്ള ഒരു ഉപാധിയല്ല. നമ്മുടെ സ്ഥാനമാനങ്ങൾ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനുള്ള ഒരു മാർഗമല്ല. നമുക്ക് കുറേ കൂടെ കർത്താവിനെ ആധികാരികമായിട്ട് സാക്ഷ്യം വഹിക്കാൻ കഴിയട്ടെ. കർത്താവ് കച്ചവടക്കാരെ ചാട്ട ചുഴറ്റി പുറത്താക്കി. ഒരുപക്ഷെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിലെ, നമ്മുടെ കുടുംബ ജീവിതത്തിലെ, നമ്മുടെ സമൂഹ ജീവിതത്തിലെ തെറ്റായ പ്രവണതകൾ ഉണ്ടെങ്കിൽ ഈ വലിയ ആഴ്ച നമ്മെ വിളിക്കുന്നു, ചാട്ട ചുഴറ്റി ശുദ്ധീകരിക്കേണ്ട സമയമാണ്. നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ, നമ്മുടെ കുടുംബ ജീവിതങ്ങൾ. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഈസ്റ്റർ എത്രയോ ആഘോഷമായിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത്. മലയാറ്റൂരൊക്കെ അഭൂതപൂർവമായിട്ടുള്ള ജനക്കൂട്ടമാണ് മല കയറുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ വലിയ ആൾക്കൂട്ടമാണ് മല കയറുന്നത്.
മനസ്സിലാക്കുക, മല കയറുന്നത് മരണത്തെ തോൽപ്പിക്കാനാണ്, മരണത്തെ തോൽപ്പിക്കാനാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലെ ഈ വലിയ ഉത്ഥാനത്തിൻ്റെ തിരുനാൾ സന്തോഷമായിട്ട് മുന്നോട്ട് വരാൻ കാരണമാകട്ടെ. ഓശാനയിലെ കർത്താവിന് ജൈവിളികൾ മുഴക്കിയ നമ്മൾ ഉത്ഥാനത്തിലെ ആ ജൈവിളികൾ നമ്മുടെ ജീവിതങ്ങളിൽ തുടരാൻ, അല്ല ഉത്ഥാന തിരുനാളിന് ശേഷം നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബ ജീവിതങ്ങളിലും സമൂഹ ജീവിതങ്ങളിലൊക്കെ കർത്താവിൻ്റെ സ്വരമാകാൻ, കർത്താവിൻ്റെ സാന്നിധ്യമാകാൻ, കർത്താവിൻ്റെ അടയാളമാകാൻ നമുക്ക് കഴിയട്ടെ. അതിന് ഈ വലിയ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ നമ്മെ പ്രാപ്തരാക്കട്ടെ. കർത്താവ് ബേഥാനിയായിൽ ചെയ്ത് നമ്മളോടും ചെയ്യും. ലാസറിനെ ഉയർപ്പിച്ചു, മേരിയെ കഴുകി വൃത്തിയാക്കി. മത്തായോട് പറഞ്ഞു, അടുക്കളയിൽ മാത്രമല്ല, നീ കാൽപാദങ്ങളിരിക്കുന്ന മേരിയെപ്പോലെ ഇരിക്കൂ. അതുകൊണ്ട് ഈ നോമ്പ് കാലത്തിൻ്റെ അവസാന യാമം നമ്മൾ കുറേ സമയം സ്വസ്ഥമായിട്ടിരിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിന് മുമ്പിൽ, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ, കുരിശിൻ്റെ വഴികളിലൂടെ സ്വസ്ഥമായിട്ട് നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും തിരുത്തേണ്ടത് തിരുത്താനും വളർത്തേണ്ടത് വളമിട്ട് പുഷ്ടിപ്പെടുത്താനും നമുക്ക് കഴിയട്ടെ. വലിയ ആഴ്ചയുടെ സർവമംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മളെയും നമ്മുടെ രൂപതയെയും നമ്മുടെ എല്ലാ പ്രതിസന്ധികളുടെയൊക്കെ നടുവിലെ കരന്തന്ന് വഴി നടത്താൻ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും വരാൻ പോകുന്ന ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.